എന്റെ പുറകിൽ കാണുന്ന ആ മലയുടെ നടുക്കുള്ള ഒരു ദ്വാരം കണ്ടു. ആ ദ്വാരത്തിന്റെ അവിടേക്ക് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ 999 പടികൾ കയറി ഇറങ്ങി പോകണം. യെസ്, ഞാനിപ്പോ ഉള്ളത് ടിയാൻമെൻ മൗണ്ടൻ എന്ന് പറയുന്ന ചൈനയിലെ ഒരു സ്ഥലത്താണ്. ആ മലയ്ക്ക് മുകളിൽ ഈ 999 പടികൾ കയറ്റി ഒരു റേഞ്ച് റോവർ കയറ്റിക്കൊണ്ട് പോയ ഒരു വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലുണ്ട്. ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോ എത്തിയിരിക്കുന്നത്, ടിയാൻമെൻ മൗണ്ടൻ. അപ്പൊ ഇന്നൊരു 10-15 കിലോമീറ്റർ നടക്കാനുണ്ട്. ഈ ഒരു മലമുകളിൽ ആ റേഞ്ച് റോവർ കയറിയ ആ സ്വർഗത്തിലേക്കുള്ള വഴി എന്നാ പറയുന്നത്, ദ ഗേറ്റ് ടു ഹെവൻ. ആ ഗേറ്റ് ടു ഹെവനിലേക്കാണ് KLTUK ഇന്ന് യാത്ര ചെയ്യുന്നത്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, അങ്ങനെ 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 നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ആ കാണുന്ന സ്വർഗത്തിലേക്കുള്ള കവാടത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകുന്ന ആളുകളെ കാണാൻ സാധിക്കും. 999 സ്റ്റെപ്പുകളാണ് ഇതിന്റെ മുകളിലേക്ക് പണിത് വെച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ റേഞ്ച് റോവർ വന്ന് ഈ വാടുന്ന വഴികളിലൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് വന്ന് മുകളിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് സ്റ്റെപ്പിൽ കയറ്റി മുകളിലേക്ക് കൊണ്ടുപോയതാണ് റേഞ്ച് റോവർ. ആ റേഞ്ച് റോവർ എങ്ങനെയാണ് തിരിച്ചിറക്കിയെന്ന് മാത്രം എനിക്കറിയത്തില്ല, എന്നോട് ചോദിക്കരുത്. അതെങ്ങനെ ഇറക്കിയെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ കാണുന്ന മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ആ ഒരു വരദാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് പ്രകൃതിയുടെ ആ ഒരു ബ്യൂട്ടി, നേച്ചർ നമുക്ക് തന്ന ആ ഒരു ബ്യൂട്ടി, ആ ഒരു നടുക്ക് കാണുന്ന ഒരു വലിയൊരു ഹാൾ, അത് കാണാൻ വേണ്ടിയാണ് ഈ കണ്ട ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒരു ദിവസം വരുന്നത്. ഇനി ആ സ്റ്റെപ്പും കൂടെ കയറുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. 999 സ്റ്റെപ്പ് കയറണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇവിടെ എന്തോ ഒരു എസ്കലേറ്റർ എന്തോ പരിപാടികൾ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ആ 999 സ്റ്റെപ്പുകൾ നമ്മൾ കയറേണ്ടി വരും. എന്നാലും ഈ കണ്ട വഴികളും ഇവിടത്തെ ഈ ഒരു സംഭവങ്ങളും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തോരം നിർമ്മിതിയല്ലേ ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ പ്രകൃതി അവിടെ അത്രയും വലിയൊരു സംഭവം ഉണ്ടാക്കി വെച്ച്, എന്നാലും എത്ര വർഷങ്ങളുടെ ആ ഒരു ഏതൊക്കെ രീതിയിലായിരിക്കും അങ്ങനെ അവിടെ ആ ഒരു പാറക്കഷ്ണം അങ്ങനെ ഒരു ദ്വാരം പോലെ ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. 999 സ്റ്റെപ്പ് കയറാനായിട്ട് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കയറുമായിരിക്കാം. പക്ഷെ എനിക്കത് കയറുന്ന കാര്യം ഓർക്കുമ്പോഴത്തേക്കിനും എനിക്കിപ്പോഴേ എന്റെ മുട്ടിന്റെ അടപ്പ് തെറിക്കുന്നു. എന്നാലും ഇത് എന്ത് പരിപാടിയല്ലേ, എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട്. അയ്യോ, ഇവിടെ ഇപ്പൊ വിന്റർ ഇപ്പൊ തുടങ്ങാൻ പോവാണ്. ഇനി വിന്റർ ആയി കഴിയുമ്പോഴത്തേക്കിനും ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെ. മഞ്ഞ് വീഴുമ്പോഴത്തേക്കിനും ഏതാനും മാസങ്ങളിൽ ഇത് അടയ്ക്കും ഈ ഒരു ഏരിയ. കാരണം ഇവിടെ വരാൻ പറ്റില്ല. ബാക്കിയുള്ള സമയങ്ങളിൽ ഇവിടെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളാണ്. പ്രത്യേകിച്ച് സമ്മറാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്. ഇതിപ്പോ ഈ ഒരു സീസണിന്റെ ഒരു എൻഡ് ടൈമാണ് നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ ഒരു മാസം എന്ന് പറയുന്നത്. വാഹന ഗതാഗതം വഴി ആളുകളെ മുകളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭരണകൂടം ഈ കേബിൾ കാറും പിന്നെ ഇതുപോലത്തെ സെറ്റപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കാണുന്ന ഇത്രയും ആൾക്കാരെ എങ്ങനെ ഈ ചെറിയ വഴി കൂടെ ഇതിന്റെ മുകളിലേക്ക് വാഹനത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും? വെരി ഡിഫിക്കൾട്ട്, ഒട്ടും പറ്റില്ല. അങ്ങനെ നമ്മൾ ആ ഒരു സ്വർഗത്തിലേക്കുള്ള കവാടത്തിന്റെ താഴെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു മലയുടെ മുകളിലാണ്. ഏകദേശം 4000 അടി ഉയരത്തിലുള്ള മലയുടെ മുകളിലേക്കാണ്. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ, ഈ കമ്പിക്കകത്തൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിനും ഇത് വലിയൊരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലം. ഓ എന്റെ ദൈവമേ, ഇതെന്ത് വലിയ ഏരിയ ആണെന്ന് നോക്കിയത്. അയ്യോ, ഒരു രക്ഷയില്ലാണ്ടാ. എന്നാലും എങ്ങനെയായിരിക്കും അല്ലേ അങ്ങനെ ഒരു ദ്വാരം അവിടെ മലയുടെ ഇടയ്ക്കായിട്ട് വന്നത് അല്ലേ? എത്ര വർഷങ്ങൾ കൊണ്ട് ഇടിഞ്ഞിടിഞ്ഞ് മലയിടിഞ്ഞ് പോയിട്ടും കാറ്റ് വന്ന് പോയിട്ടൊക്കെ ആയിരിക്കും അത്തരത്തിലുള്ള സംഭവങ്ങളോടെ വന്നത്. ഇത് ഫോഗി ആയിട്ടുള്ള ഡേയ്സിൽ ഭയങ്കര ബ്യൂട്ടിയാണ് ഇത് കാണാനായിട്ട്. ആ ദ്വാരത്തിനിടയ്ക്കൂടെ ഫോഗൊക്കെ കേറി വന്ന് ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ആ സമയത്ത് കാണാനായിട്ട്. ആ സ്റ്റെപ്പുകളിലൂടെ ഉറുമ്പുകളെ പോലെ കയറി പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ ദൈവമേ, പൊളിച്ച്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇതേപോലെ പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ് ആളുകളുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഇത്തരത്തില് ഇങ്ങനെ കൈ പിടിച്ച് വിരല് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുക. കണ്ടോ, ഇങ്ങനെ കൊള്ളാല്ലേ. ഇവിടെയാണ് കടകളോ കച്ചവടങ്ങളോ ഒന്നും കാണുന്നില്ല. ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളത്തിന്റെ കുപ്പിയാണ് തീരുകയും ചെയ്തു. അങ്ങ് ദൂരെ കുറച്ച് കടകൾ കാണാം. അവിടെ എന്തോ ബിൽഡിങ്ങുകൾ കാണാം. അവിടെ പോയി നോക്കണം, എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും വാങ്ങണം.
എന്നിട്ട് വേണം ഇനിയിപ്പോൾ നെക്സ്റ്റ് എങ്ങോട്ടാ എന്താന്ന് വെച്ചാൽ പോകാനായിട്ട്. എന്നാലും ഇതൊരു സംഭവം കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ ഈ സ്ഥലത്ത് വരാൻ മിസ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനത് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു എനിക്കത്. ഇത് മിസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ മുകളിൽ പോകാനായിട്ട് എന്തോ ഒരു എസ്കലേറ്ററോ എന്തോ ഒരു പരിപാടി ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് എവിടാണ് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്താ പരിപാടി എന്നുള്ളത്. ഇവിടെ എന്തോ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഇറ്റ് ഹിയർ? ഇതിനടിയിലേക്ക് എന്തോ ഒന്നുമില്ല, എന്തോ സംഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ദ ബസ് ടു ഗോ ഡൗൺ ലൈൻ 1. പണ്ട് ഇവിടെ നിന്ന് ബസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ബസ്സില്ലല്ലോ. ഇപ്പോൾ ഇത്ര ആൾക്കാരെ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റും പിന്നെ സുവനീർ ഷോപ്പുകൾ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കിട്ടും. അതിൻ്റെ മേളിലാണെങ്കിൽ പോലും കണ്ടില്ലേ ഫുള്ള് മരങ്ങളൊക്കെ നട്ട് ഗാർഡനൊക്കെ ചെയ്ത് ഇത്രയും ഏരിയ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തിരിക്കുകയാണ്. ഇത് വേറെ ലെവൽ കേട്ടോ. ഇതർ പാനി ഹേ 2 കുപ്പി പാനി എടുത്തു. ഇതെത്രയാ? ഹൗ മച്ച്? 10 സെർവേ 10. ഇവര് ഭയങ്കര ഐസ്ക്രീം കഴിക്കും കേട്ടോ. ഇവിടെ കുറെ ഐസ്ക്രീം ഷോപ്പുകളുണ്ട്. പിന്നെ ഇവിടെ ഇതെന്താ വെച്ചാൽ മദർ ബേബി ഫീഡിംഗ് റൂം, ഫസ്റ്റ് എയ്ഡ് സ്റ്റേഷൻ, ട്രാവൽ കൺസൾട്ടേഷൻ, എസ്കലേറ്റർ ടിക്കറ്റ് ഓഫീസ്. ഇവിടെ മുകളിലേക്ക് പോകാനായിട്ട് എസ്കലേറ്റർ ഉണ്ട്, അതിന് വേറെ ടിക്കറ്റ് എടുക്കണം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ ഒരു എസ്കലേറ്റർ ഉണ്ട് മുകളിൽ പോകാനായിട്ട്, അതുകൊണ്ട് നമുക്ക് എസ്കലേറ്റർ കയറി പോവാം. എന്നാലും ഇതിന്റെ മേളിൽ പോകാനായിട്ട് അവന്മാർ എസ്കലേറ്റർ പണിത് വെച്ചല്ലോ ദൈവമേ. അതെങ്ങനെയാണെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഈ മലയ്ക്കുള്ളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഇതിന്റെ മേളിൽ കയറാൻ എസ്കലേറ്റർ പണിത് വെച്ചേക്കുന്നത്. അതിന് തിരക്കില്ല, ക്യൂ ഇല്ല, ആളുകൾ കൂടുതൽ സ്റ്റെപ്പ് കയറി പോവാണ്. ഇവിടെ ഒരു 100-500 ആൾക്കാർ ഇങ്ങനെ വരി നിൽക്കുന്ന കാണാം. അതെന്താ സംഭവം അറിയോ? ഇത് ഫോട്ടോ പോയിന്റ് ആണ് ഈ കാണുന്നത് കണ്ടോ. അതിന്റെ മേളിൽ കയറി നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇവിടെ ആളുകൾ വരി നിൽക്കുന്നത് കണ്ടോ. എന്റെ ദൈവമേ, അടിപൊളി. ഇവിടെ ക്യൂ ആണ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി. ഇവിടെ കയറി നിന്ന് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുത്ത് അത് ഇവരിവിടെ പ്രിന്റ് എടുത്ത് തരും. അതിനു വേണ്ടിയുള്ള തിരക്കാണ് ഈ കാണുന്നത്. ആ ഫോട്ടോ അടിപൊളിയായിട്ട് അവരെടുത്ത് തരുന്നുണ്ട്. നമുക്കത് വേറൊരു രീതിയിലും ആ ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെ ഗ്രേറ്റ് ബോൾ കാണാൻ പോയപ്പോ ഫോട്ടോ എടുത്തില്ലേ, അതിപ്പോഴും മെമ്മറി ആയിട്ട് കയ്യിലിരിപ്പുണ്ടോ? എന്റെ വീട്ടിലിരിപ്പുണ്ട് പ്രിന്റ് എടുത്തത്. അപ്പൊ അതൊരു മെമ്മറിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ നിങ്ങളുടെ ഫോണിലില്ലേ ആ ഫോട്ടോ? അതുകൊണ്ടോ? ഉണ്ടോ? എന്റെ ഫോണിലുണ്ട് കേട്ടോ. എന്റെ ലാപ്ടോപ്പിലും മാക്ബുക്കിലും എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ക്യൂ നിൽക്കാൻ തീരുമാനിച്ചു. ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ട് മുന്നോട്ട് പോവാം. അങ്ങനെ ഫോട്ടോഗ്രാഫറിന്റെ മുമ്പിലെത്തി ഇവിടെ കയറി നിന്ന് ഫോട്ടോ എടുക്കണം. ഇതാണ് പരിപാടി. ഇവൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഫോട്ടോ എടുക്കലാണല്ലോ അവന്റെ പണി. അതല്ല, ഈ 2 ആൾക്കോ 5 ആൾക്കോ ഒരേ റേറ്റാ? അറിയത്തില്ല, പെർ ഹെഡ് ആയിരിക്കും ചിലപ്പോ റേറ്റ്. അറിയത്തില്ല. നമ്മൾ 2 പേരില്ലേ, നമുക്ക് നോക്കാം. ഇവൻ ഈ ഒരു അരമണിക്കൂറിൽ ഇവിടെ നിന്ന് 500 ഫോട്ടോ എടുത്തു. ഭയങ്കര എനർജി ആണോ. എടുത്ത് ഫോട്ടോ എടുത്ത് സിംഗിൾ എടുത്തു, അല്ലാതെ എടുത്ത്, എല്ലാം എടുത്തു. എന്ന് പറഞ്ഞാൽ 3, 2, 1 അതാണ്. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഇവിടെ പ്രിന്റ് എടുത്ത് ഇട്ടിരിക്കുകയാണ്. പൊളിച്ച് അടിപൊളിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് വന്നു. നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇനി നമുക്ക് മുകളിലേക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ആളുകൾ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ലൈറ്റായിട്ടല്ല, അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഗ്ലാസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനടിയിലൊക്കെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആളുകൾ ചവിട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. അതെ, ഇവിടെ എല്ലായിടത്തും ക്യൂ ആണല്ലോ. ക്യൂവിന്റെ പരിപാടി മാത്രമേ ഉള്ളൂ, ക്യൂ ഇല്ലാത്ത പരിപാടിയില്ല. ഫുഡ് വാങ്ങാനും ക്യൂ, മൊത്തത്തിൽ ക്യൂ. ഇതെന്താ സംഭവം നോക്കട്ടെ. ഇവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. എന്താ സംഭവം എന്ന് മനസ്സിലാകുന്നില്ല. ആളുകൾ എന്തൊക്കെയോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചൈനീസ് ദോശ ഇടുന്നുണ്ട്, മുട്ടയൊക്കെ ഇട്ട്. നമുക്ക് ഇത് വാങ്ങിച്ചാൽ ഇത് അടിപൊളിയായിരിക്കും. വാങ്ങിയാലോ? മുട്ടയൊക്കെ ഇട്ട് എന്തോ ഒരു പരിപാടിയാണ്. നോക്കി, ഓംലെറ്റ് പോലത്തെ ഒരു സംഭവം. വാവ്, അത് പൊളിച്ച്. സോസേജ് ഇല്ലാതെ അല്ലേ? അത് ഇടാതെ പറഞ്ഞാ പോരെ. വാങ്ങണമെന്നല്ലേ പറഞ്ഞേ? അരമണിക്കൂർ. ഇത് കണ്ടോ, ഈ കാണുന്ന ആൾക്കാരൊക്കെ അത് വാങ്ങാൻ വേണ്ടി, കണ്ടോ, ഈ കാണുന്ന ആൾക്കാരൊക്കെ അത് വാങ്ങാൻ വേണ്ടി നിൽക്കുക.
ഇവിടെ എവിടെ പോയാലും അരമണിക്കൂർ മിനിമം ക്യൂ ആ. ദോശ വേണ്ട. നമുക്ക് അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ച് ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുകയോ പിടിക്കുകയോ വല്ലതും ചെയ്യാം. ഇത് എവിടെ പോയാലും ക്യൂ ആണ്, തിരക്കാണ്, ഒരു രക്ഷയില്ല കേട്ടാ. എന്തായാലും ഇവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കുക, എന്തെങ്കിലും ഉണ്ടാവും സ്നാക്സ്. നമ്മൾ ഇവിടെ നിന്ന് 2 തേങ്ങാ വെള്ളവും പിന്നെ ഒരു ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റും വാങ്ങിച്ചു. ഇത് കണ്ടില്ലേ, ഇതിന്റെ മുമ്പിൽ ഇത് സാമ്പ്രാണിത്തിരി കത്തിക്കുന്ന പോലത്തെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. എന്നാലും ആ റേഞ്ച് റോവർ കാർ എങ്ങനെ ആയിരിക്കും ഇതിന്റെ മേളിൽ കയറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ പരിപാടികളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പൊ നമ്മള് മുകളിലേക്ക് നമ്മൾ എസ്കലേറ്റർ എടുത്ത് പോകാൻ തീരുമാനിച്ചു. ഇത് 999 സ്റ്റെപ്പ് നടന്നു കയറാനായിട്ട് കയറി കഴിഞ്ഞാൽ പണി പാടും. അപ്പൊ നമുക്കിവിടെ എസ്കലേറ്ററിന് ഒരു ടിക്കറ്റ് ഉണ്ട്. 32 RMB കൊടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഏകദേശം 350 രൂപ വരും 32 RMB എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെടുത്ത് നമുക്ക് അകത്തേക്ക് കയറിപ്പോം. ഇപ്പൊ ചെറിയ തണുപ്പായി കേട്ടോ, ചെറിയ തണുപ്പല്ല, അത്യാവശ്യം നല്ല തണുപ്പായി. ഇനി അങ്ങോട്ട് ജാക്കറ്റൊക്കെ ഇട്ട് നടന്നാലേ പറ്റുള്ളൂ. എന്തോ ആവോ, എന്താണെന്നറിയില്ല. നമ്മളിപ്പം ആ ഒരു എസ്കലേറ്ററിൽ കയറി നമ്മൾ മുകളിൽ പോകാൻ പോവാണ്. ടിക്കറ്റ് എടുത്തായിരുന്നു 32 റിങ്കറ്റ്. എന്നാലും ഈ മലയുടെ അകത്തൂടെ ഇവർ എങ്ങനെയൊക്കെയാണല്ലേ എസ്കലേറ്റർ പണിത് വെച്ചേക്കുന്നത്. അതായത് അതിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ പറ്റാത്ത ആളുകൾക്ക് എന്താ ഇവർ പറയുന്നേ, എസ്കലേറ്റർ പണിത് വെച്ചിരിക്കുന്നതേ. താങ്ക് യു. ആ മലയൊക്കെ ഇടിച്ച് തുരന്ന് മുകളിലേക്കുള്ള എസ്കലേറ്റർ, താഴേക്ക് ഇറങ്ങി വരാൻ എസ്കലേറ്റർ ഉണ്ട് കേട്ടോ, അടിപൊളി. മേളിലേക്കും താഴേക്കും പോവാം. ഇത് എത്ര വലുതായിരിക്കും ഇത്. പക്ഷെ എന്റെ അന്നേ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തോ വേണം തോന്നുന്നു. ഇതിനകത്ത് കയറിയപ്പോ വീണ്ടും തണുക്കുന്നു, അടിപൊളി. ഞാൻ തിരിച്ച് നടന്നിറങ്ങി വരുന്നത്, നിങ്ങൾ വരുന്നത് നടന്നിറങ്ങി വരാൻ? ഞാൻ തിരിച്ച് നടക്കുവേ, എനിക്ക് ആ സ്റ്റെപ്പുകൾ കാണണം. അത് സാരമില്ല, കുഴപ്പമില്ല. 8 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരു 6-7 സെറ്റ് ഓഫ് എസ്കലേറ്റേഴ്സ് കയറിയാണ് നമ്മളിപ്പോ ഈ ഒരു മലയുടെ മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദ്വാരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു മലകൾക്കിടയിലൂടെ ഇതിന് മുകളിലേക്ക് എസ്കലേറ്റേഴ്സ് ഉണ്ടാക്കി വെച്ച ചൈനക്കാരുടെ ബുദ്ധിയെ നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് താഴെ, ഓ മൈ ഗോഡ്, എനിക്ക് താഴേക്ക് നോക്കിയിട്ട് വാക്കുകൾ കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. നോക്ക് എന്താ സംഭവം, നോക്ക്, ഒരു രക്ഷയില്ല കേട്ടോ. ഈ കാണുന്ന സ്റ്റെപ്പുകൾ നോക്ക്, കയറി അതിന്റെ മുകളിലേക്ക് ആളുകൾ ഇങ്ങനെ ഇപ്പോഴും നടന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്കും അതേപോലെ തന്നെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് താഴെ നിന്നൊക്കെ ആൾക്കാർ മറ്റേ വടിയും കുന്തമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. താഴെ നമുക്കങ്ങ് ദൂരെ എന്താ പറയാ, കൊതുകല്ല, ഉറുമ്പ് പോലെയാണ് മനുഷ്യരെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇത്രയും നേരം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആ സ്ഥലമാണ് ആ കാണുന്നത്. അവിടെ ഉറുമ്പുകളെ പോലെയാണ് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, അത്ര ഉയരത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു 99 ഹെയർ പിന്നുകളുള്ള ആ ഒരു റോഡുകൾ നമുക്ക് അവിടെ കാണാം. പിന്നെ അതിന്റെ അപ്പുറത്തേക്കായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷാൻജിയാജി നഗരം നമുക്കങ്ങ് ദൂരെ കാണാം. നഗരത്തിന് മധ്യത്തിലൂടെ ഒരു നദിയൊക്കെ ഒഴുകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഷാൻജിയാജി എയർപോർട്ടിന്റെ റൺവേ ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഓ, എന്ത് കിടിലൻ വ്യൂ അല്ലേ. ശരിക്കും സ്കൈ നല്ല ക്ലിയർ ആയിരുന്നെങ്കിൽ ആ സിറ്റി നമുക്ക് അതിമനോഹരമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാമായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഈ സ്റ്റെപ്പിലൂടെയൊക്കെ ആളുകൾ ഇങ്ങനെ കയറി വന്ന് നമ്മളിപ്പോൾ ആക്ച്വലി ആ ഒരു ദ്വാരത്തിന്റെ മധ്യഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി കാഴ്ചകൾ നമുക്ക് മുകളിലേക്ക് പോയിട്ട് കാണാം. പക്ഷെ എന്റെ പൊന്നെ നോക്കി, ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെയാണ് ആളുകൾക്ക്, ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നേ. എന്നാലും ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ റേഞ്ച് റോവർ കയറ്റി അവന്മാരെ സമ്മതിക്കണം കേട്ടോ. താഴെ ഇവിടെ വരെ അന്ന് ഈ ഹാൻഡ് റെയിൽസ് ഒക്കെ ഊരി മാറ്റിയിട്ടാണ്, ഇതൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഊരി മാറ്റി എത്രത്തോളം തയ്യാറെടുപ്പുകൾ ചെയ്തായിരിക്കും ഇതിന്റെ മുകളിലേക്ക് അവർ ആ റേഞ്ച് റോവർ കയറ്റിയത്. പക്ഷെ എന്റെ ദൈവമേ, അത് താഴേന്ന് വണ്ടി അതിലൂടെയൊക്കെ ഓടി വന്ന് അവിടെ നിന്ന് ഒറ്റ സ്ട്രെച്ചിന്, അതായത് നിർത്താതെ ചാടിച്ചെടുത്ത് മുകളിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തുന്നതായിട്ടാണ് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വീഡിയോ ഭയങ്കര വൈറലാണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ. ഹായ്, ഹലോ. അപ്പോൾ അതിനുശേഷം ഈ വണ്ടി ഇവിടെ നിന്ന് താഴേക്ക് എങ്ങനെ ഇറക്കി എന്നുള്ളതിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതെങ്ങനെ ഇറക്കിയെന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. മിക്കവാറും എയർ ലിഫ്റ്റ് ചെയ്ത് ഇറക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റെപ്പൊക്കെ നടന്ന് കയറി വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഇവര് കാത്തിരിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള കുറെ റെഡ് റിബൺസ് പല സ്ഥലത്തും കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇത് വിഷാണ് കേട്ടോ, ഇവരുടെ ഒരു വിഷിന്റെ പ്രയത്നമായിട്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരുടെയും കാമുകന്മാരുടെയും പേരൊക്കെ എഴുതിയിട്ട് ഇത്തരത്തിലുള്ള റെഡ് റിബൺസ് ഇവിടെ കൊണ്ട് കെട്ടിയിടും. ഇവർക്ക് മറ്റൊരു ഐതിഹ്യം കൂടെ. ഇവിടെ കുട്ടികളുണ്ടാകാത്ത ആളുകൾ നടന്നു കയറി വന്ന് ഇവിടെ ആ റെഡ് റിബൺ തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയും പറച്ചിലുണ്ട്. ഇവിടെ പല കാര്യങ്ങൾ, ഇങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ടല്ലോ.
വിശ്വാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ആ ഒരു ദ്വാരത്തിന്റെ ആ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, കണ്ടോ. എന്നാലും പ്രകൃതി നമുക്കായി ഒരുക്കി തന്ന മനോഹരമായിട്ടുള്ള ആ ഒരു സംഭവം. ഇത് താഴേന്ന് കാണുമ്പോഴാണ് ഭംഗി, അല്ലെങ്കിൽ ഡ്രോണിലൂടെ കാണണം. ഇവിടെ വന്നു നിന്ന് കഴിയുമ്പോഴത്തേക്കും വലിയ ഭംഗിയൊന്നുമില്ല. ഇവിടെ എന്താ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഇതൊരു ഒന്നൊന്നര സംഭവം കേട്ടോ. ഇത് മനുഷ്യൻ വെട്ടിയെടുത്തുണ്ടാക്കിയതല്ല, പ്രകൃതി ഇങ്ങനെ ഉണ്ടാക്കി തന്നാണ്. ആ ഒരു ദ്വാരത്തിന്റെ മധ്യഭാഗത്തുനിന്ന് നമുക്ക് ഇതേപോലൊരു വാക്ക് വേ ഉണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് നടന്ന് അങ്ങോട്ട് മുന്നോട്ട് എവിടേക്കോ പോകാം. കുറേ സ്ഥലത്തേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ വരാമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇതിനിടയ്ക്കൂടൊക്കെ ഇവർ മലയൊക്കെ വെട്ടി ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഇതുപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൂടെ ആളുകളൊക്കെ നടന്നു പോകുന്നു. ഒരു പഴയ ഒരു കൊട്ടാരത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആളുകൾ ചാടാതിരിക്കാൻ വേണ്ടിയായിരിക്കണം ആ ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. എന്തുമല്ലേ, ഇപ്പോഴും അതിന്റെ ഇടയ്ക്കെന്നൊക്കെ ചിലപ്പോൾ കല്ലുകളൊക്കെ അടർന്ന് വീഴുന്നുണ്ടാവാം ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ടായിരിക്കും ഇതിന്റെ മധ്യഭാഗത്തേക്ക് ആളുകളെ കയറ്റാത്തത്. കാരണം ഇവിടെയൊക്കെ നോക്കിയേ, ഇതെന്താ ഇവിടെ ഈ സംഭവം? അത് കംപ്ലീറ്റ് എന്തൊക്കെയോ പണിത് വെച്ചിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ. നോക്കിയേ, ഇതിങ്ങനെ താഴേക്ക് ഇങ്ങനെ അങ്ങ് പോവണം ആ മല, കണ്ടോ. ഇതൊരു വല്ലാത്തൊരു വിസ്മയം തന്നെ. നമ്മൾ ഈ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് പ്രകൃതിയുടെ വിസ്മയങ്ങളിൽ ഒന്നാണ് ഈ കാണുന്ന ഒരു തിയാൻമൻ മൗണ്ടൻ ഗേറ്റ് ടു ഹെവൻ എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇത് അത്ര മനോഹരമാണിത്. ഇതിനകത്തിന് വീണ്ടും ട്രാൻസ് മൗണ്ടൻ എസ്കലേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് വേറെന്തോ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കേ. പോയി നോക്കാം. വേറെ എസ്കലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലെവിടെ പോകണം, അത് തിരിച്ചു വരുന്ന വഴിയാ. ഇത് ട്രാൻസ് മൗണ്ടൻ എസ്കലേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. എന്താണെന്നറിയില്ല, നോക്കാം. എന്നാലും എന്തോന്നിടേ ഇത് ഇവരിതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ ഇല്ലേ, ഇത് തന്നെ കണ്ടു കഴിഞ്ഞാൽ കിളി പോവും. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇതൊക്കെ ഇവിടെ നിർമ്മിച്ചതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ എന്റെ ദൈവമേ, ഇതിങ്ങനെ അപ്പുറത്തുകൂടെ നടന്ന് താഴെക്കൂടെ തിരിച്ചു വരുന്ന എന്തോ ഒരു പരിപാടിയാണ്. ഇതിങ്ങനെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇതിന്റെ സൈഡിൽ കൂടെ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് നടന്നുപോയി 4 ഭാഗത്തുമുള്ള ആ ഒരു വ്യൂ കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ, അതൊക്കെ വെൽ പ്ലാനിങ് ആണേ. ഇത് കണ്ടോ, അവിടെയാണ് ആ ദ്വാരം വരുന്നത്. ഇതെങ്ങനെയായിരിക്കും ഈ ദ്വാരം വന്നതെന്നുള്ളതിനെ പറ്റി ഞാൻ കുറേ വായിക്കാനായിട്ട് നോക്കി ഇന്റർനെറ്റിലും മറ്റൊക്കെ. എനിക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. ചൈനയിലെ കാര്യങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷനൊക്കെ ഇന്റർനെറ്റിൽ നമുക്ക് കിട്ടുക വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മിക്കവാറും കാറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇടിഞ്ഞു വീണം മറ്റൊക്കെ ആയിരിക്കും സംഭവിച്ചത്, അറിയില്ല. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കണമല്ലോ. ആ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ, അല്ലേ? എനിക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. സൈർബായിക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പുള്ളി എസ്കലേറ്ററിൽ വരാമെന്ന് പറഞ്ഞു. കാരണം മുട്ടിന് പ്രശ്നമുണ്ട്. എനിക്കിപ്പോ ദൈവം സഹായിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാണുന്ന സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. 999 പടികളുണ്ട്. 999 പടികൾ. ഇത് ഈ ആംഗിളിലാണ് കയറി പോകുന്നത്. ഞാൻ ഈ ക്യാമറ ഇങ്ങനെ നേരെ പിടിച്ചിരിക്കുന്നുണ്ട്. ഈ ആംഗിളിലാണ് കയറി പോകുന്നത്. 999 പടികൾ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നെ, ഇത് രക്ഷയില്ല കേട്ടോ. ഇത് അസാധ്യ സംഭവമാണ്. പൊളിയല്ലേ? ആ പുറകില് നമുക്ക് ആ ഒരു ഗേറ്റ് ടു ഹെവൻ നമുക്ക് ഇങ്ങനെ കാണാം. മുമ്പിലും എനിക്ക് ആക്ച്വലി സ്വർഗം കാണാം. അടിപൊളി പോലെ. ഇതെന്നാലും എന്താല്ലേ, ഇതൊരു നിർമ്മിതി, ഒരു ഒന്നൊന്നര നിർമ്മിതിയാട്ടോ. അത് ഇത് പ്രകൃതിയുടെ നിർമ്മിതിയല്ലേ, പ്രകൃതിയുടെ നിർമ്മിതി. ഓക്കെ, ഹൈ ഹൈ ഹൈ, ഹലോ 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 ഹലോ. ഇനി ഞാനിപ്പോ പകുതി പോലും എത്തിയിട്ടില്ല. ചെറിയ സ്റ്റെപ്പാ, നോക്കിയാ കണ്ടോ, ഇത് കണ്ടോ, ചെറിയ കുഞ്ഞ് സ്റ്റെപ്പാ. നമുക്കൊരു കാല് കഷ്ടി വെക്കാനേ പറ്റുള്ളൂ. നോക്കി പിടിച്ചിറങ്ങി പോയില്ലെങ്കിൽ പണി പാളും. എന്നാലും ഈ സ്റ്റെപ്പിന്റെ മേളിൽ കൂടെ എങ്ങനെയാണോ അവന്മാര് റേഞ്ച് റോവർ കയറ്റിയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. പക്ഷെ എന്റെ പൊന്നെ, സമ്മതിച്ചു കൊടുക്കണം. നിങ്ങൾ വീഡിയോ ഒക്കെ ഒരു കമന്റ് ചെയ്യണേ. നിങ്ങൾ ടി വിയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടെ. നിങ്ങളുടെ കമന്റാണ് നമ്മുടെ ഈ കഷ്ടപ്പാടിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. ഓക്കെ, സീ യു ഗൈസ് ടുമോറോ. ബൈ, ലവ് യു ഗൈസ്.